ലീഗ് നേതാവ് ഷാജി പറയുന്നു, ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം, മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ, വെറും മുസ്ലിം ലീഗ് അല്ല, മതേതര മുസ്ലിം ലീഗിന്റെ നേതാവ് മൈക്ക് കെട്ടി ഇവിടുത്തെ ഹിന്ദുവിന്റെയും ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും വോട്ട് വാങ്ങി വിജയിച്ചുകൊണ്ട് UDF എന്ന രീതിയിൽ ഇവിടെ ഇനി അടുത്ത ഭരണം സ്വപ്നം കണ്ട് നടക്കുന്ന ഇവറ്റകളുടെ കൂട്ടത്തിലെ മുസ്ലിം ലീഗിലെ, മതേതര മുസ്ലിം ലീഗിലെ ഷാജി പറയുകയാണ്, മതമാണ് 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 ഞങ്ങൾക്ക് പ്രശ്നം, മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. നോക്കൂ, ഇവിടെയാണ് ഈ പറയുന്ന സംഘികളും ഈ സുഡാപ്പികളും തമ്മിലുള്ള വ്യത്യാസം. മദ്രസ വാണങ്ങളും രാജ്യസ്നേഹികളായിട്ടുള്ള സംഘികളും തമ്മിലുള്ള വ്യത്യാസം. എന്താ വ്യത്യാസം? സംഘികൾ പറയുന്നു, ഞങ്ങൾക്ക് രാജ്യമാണ് പ്രശ്നം, രാജ്യമാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി, ഞങ്ങൾക്ക് മതത്തിനേക്കാൾ വലുതാണ് രാജ്യം. അതുകൊണ്ടാണ് എൻ്റെ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ പെറ്റ നാടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഭാരതാംബ, ഭാരതാമ്മേ, അമ്മേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇവനൊക്കെ മതമാണ് 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 പ്രശ്നം, മതമാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ സംഘികൾ പറയുന്നു, രാജ്യമാണ് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങൾക്ക് മതത്തിനേക്കാൾ വലുതാണ് ഞങ്ങളുടെ രാജ്യം എന്ന് സംഘികൾ പറയുന്നു. ഇനി ചിന്തിക്കുക, ആരാണ് രാജ്യദ്രോഹികൾ, ആരാണ് രാജ്യസ്നേഹികൾ? രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറായിട്ടുള്ള സംഘികളും ഈ പറയുന്ന മതത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊന്നൊടുക്കുക, ജീവൻ പോകുന്നത് കൂടെ തന്നെ കുറെ എണ്ണത്തിനെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഞമ്മന്റെ പടച്ചവനവിടെ 72 ഹേറികളെയും മധ്യപ്പുഴയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പറയുക, ഈ ദുഷ്ടവർഗമാണോ സംഘികളാണോ രാജ്യസ്നേഹികൾ? അതല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാജി പറഞ്ഞത് മതേതരത്വമാണെന്നാണ് അത്ര ഇവിടെ വാഴ്ത്തപ്പെടുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ കുറെ സത്യങ്ങൾ പറഞ്ഞു, അപ്പോൾ അത് വർഗീയവും ഷാജി പറഞ്ഞതോ സ്വർഗീയവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആ രീതിയിലേക്ക് ചെകുത്താന്മാർക്ക് കൂട്ടിക്കൊടുത്തിരിക്കുന്നു നമ്മുടെ നാട്. ആരാ കൂട്ടിക്കൊടുത്തത്? രണ്ട് വിഭാഗം ഇവിടെ മാറി മാറി ഭരിച്ച ഇടതും വലതും തന്നെയാണ്. എന്തുകൊണ്ടാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഇവിടെ മലപ്പുറം ജില്ല വിഭജിക്കണം, 50 ലക്ഷത്തിന് മുകളിൽ അവിടെ ജനസംഖ്യ വന്നു എന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ? നമ്മുടെ കാന്തപുരത്തിന് ചെറിയൊരു സൂചന കിട്ടി, ഇനി പിണറായി വിജയൻ ഭരിക്കില്ല, ഇനി UDF ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കും ഭരണത്തിലേക്ക് വരിക എന്ന് ചെറിയൊരു സൂചന കിട്ടി. അപ്പോൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ, ഓടുന്ന നായിക്ക് ഒരു മുഴം മുൻപേ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ അങ്ങോട്ട് എറിഞ്ഞിട്ടിട്ടുണ്ട്. അതായത് ഇനി ഇവിടെ ഈ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല വിഭജിക്കപ്പെടും. മലപ്പുറം ജില്ല വിഭജിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടാവും, കുറെ സ്കൂളുകൾ കിട്ടും, പിന്നെ വികസനത്തിന്റെ പേരും പറഞ്ഞ് കുറെ കാര്യങ്ങൾ കിട്ടും. അതൊക്കെ ഞമ്മന്റെ ആളുകൾക്ക് വീതിച്ച് കിട്ടും. അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ പെറ്റുപെരുകി രാജ്യത്തിന്റെ നിയമവും നീതിന്യായ വ്യവസ്ഥകളെയും വെല്ലുവിളിച്ച് പോലും ജനസംഖ്യാ വർധനവ് നടത്തുക, എന്നിട്ട് ഇത്തരത്തിൽ വിഭജിക്കുക ജില്ല വിഭജിച്ച് സംസ്ഥാനം പിന്നെ വിഭജിക്കും, ആ സംസ്ഥാനം വിഭജിച്ച് പിന്നെ രാജ്യമാക്കി മാറ്റും.